ബിഗ് ബോസ് സീസൺ 6 താരവും നടനുമായ ഗബ്രി ജോസിന് വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റു. ഏതാനും ദിവസങ്ങളായി താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തന്റെ സ്റ്റോറിയിലൂടെ ഗബ്രി പറഞ്ഞത്. ആശുപത്രി കിടക്കിൽ വെച്ച് ബാൻഡേഡ് ഇട്ട് കിടക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ഗബ്രി പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഗബ്രി ഏതാനും നാളുകളായി എല്ലായിടത്തു നിന്നും അപ്രത്യക്ഷനായിരുന്നു. അപകടം സംഭവിച്ചതാണ് അതിന് കാരണമെന്നും ഗബ്രി ഇപ്പോഴാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ തനിക്ക് എന്ത് അപകടമാണെന്നോ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നൊന്നും തന്നെ താരം വ്യക്തമാക്കിയിട്ടില്ല. ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: എല്ലാവർക്കും ഹായ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നിശബ്ദനായിരുന്നു. ജനുവരി 26-ാം തീയതി എനിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എന്നത് വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കാനും ശരീരം പറയുന്നത് കേൾക്കാനുമുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായും എളുപ്പമുള്ള കാര്യമല്ല അത്. പക്ഷേ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. കരുത്തോടെ ഇരിക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ജീവിതത്തിലെ ഈ ഘട്ടം മറികടന്ന് മുന്നോട്ട് പോകാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നന്ദി എന്നാണ് ഗബ്രി കുറിച്ചിരിക്കുന്നത്. ഗബ്രിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറും ഇതുമായി ബന്ധപ്പെട്ട് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഗബ്രിയെക്കുറിച്ച് തന്നെയാണ്. ബിഗ് ബോസ് താരം ഗബ്രിയുടെ ആരോഗ്യസ്ഥിതിയാണ് ഇപ്പോൾ ആരാധകർ തിരക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വ്യക്തി തന്നെയാണ് ഗബ്രി. സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാവരും ഗബ്രിയെ ഏറ്റെടുത്തത്. ഇപ്പോൾ ഇതാ ഗബ്രിക്ക് ഒരു ഗുരുതര അപകടം സംഭവിച്ചു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ജാസ്മിൻ അത് പറഞ്ഞെത്തിയപ്പോഴായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിൽ വഴക്കിലാണെന്നും ഇവർ തമ്മിലുള്ള സൗഹൃദമെല്ലാം മാറിയെന്നും പറഞ്ഞാണ് ഗബ്രി ഇത്രയും നാൾ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാത്തത് എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ കാരണം ഇപ്പോൾ ഇതാണ് എന്നാണ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ജാസ്മിൻ എന്തു പറയും എന്നായിരുന്നു നോക്കിയത്. ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നുമാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്നത്. വേഗം തന്നെ എല്ലാം നേരെയാകിട്ട് ഞാൻ എപ്പോഴും കൂടെയുണ്ട്, പ്രാർത്ഥിക്കുന്നു. സ്പീഡി റിക്കവറിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും സ്ട്രെങ്ത് ഉണ്ടാകട്ടെ, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെയുണ്ടെന്നാണ് ജാസ്മിൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ. ഇത് തന്നെ മതി ഗബ്രിയുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറാനെന്നൊക്കെയാണ് ആരാധകർ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്. കാരണം ഗബ്രിയും ജാസ്മിനും തമ്മിൽ അത്രയധികം സൗഹൃദമായിരുന്നു. ബിഗ് ബോസ് വീടിനകത്ത് വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. അതിനുശേഷം വലിയ സൗഹൃദത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും ഇരുവരും ഒരുമിച്ചായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഇരുവരും തമ്മിലുള്ള കോണ്ടാക്ട്സോ വീഡിയോസോ ഒന്നും തന്നെ കാണാതായി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇരുവരും വേർപിരിഞ്ഞു എന്നത്. എന്നാൽ ഇപ്പോൾ ഗബ്രിക്ക് ഒരു അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി ഗബ്രിയും ജാസ്മിനും തമ്മിൽ യാതൊരുവിധ പിണക്കങ്ങളും ഇല്ല എന്ന്. പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ഗബ്രിക്ക് അസുഖമെല്ലാം മാറി പഴയതുപോലെ എത്രയും വേഗം തിരിച്ചു വരട്ടെ.